കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോ എൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവ് കഴിഞ്ഞ പോലീസ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഞാൻ അസോസിയേഷന്റെ ഭാരവാഹികൾ എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് ഒരു വോട്ട് നമുക്ക് ചെയ്യിക്കണം. ഞാൻ അയാളെ ബന്ധു എന്ന നിലയിൽ അയാളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു UDF-ന്റെ ആളിന് വോട്ട് ചെയ്യണം. ചെയ്തില്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞ 3-ന്റെ ഞാൻ വീടിന്റെ കോലായിലിരിക്കുമ്പോ മഴയത്ത് നനഞ്ഞ് കുളിഞ്ഞ് അയാൾ കയറി വന്ന് സീറ്റിട്ടെടുത്തു. പറയുകയാണ്, എനിക്ക് സ്ഥലം മാറ്റം വാങ്ങിത്തരണം. എൻ്റെ അടുത്ത ബന്ധു എൻ്റെ ഭാര്യയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ്. ഞാൻ അവനോട് പറഞ്ഞു, മനസ്സില്ല, അതിന് നീ വേറെ ആളിനെ നോക്കണം. ഇവിടെ രക്തബന്ധുത്വത്തിനൊന്നും ഒരു പ്രസക്തിയില്ല, ഇവിടെ ബന്ധുത്വത്തിന് പ്രസക്തിയില്ല, ഇവിടെ ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുന്നവന് പ്രസക്തിയില്ല, ഇവിടെ ഒരുമിച്ച് ടൂറ് പോകുന്നവന് പ്രസക്തിയില്ല, ഇവിടെ രാവിലെയും വൈകുന്നേരവും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും ഇടുന്നവന് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ ഒരൊറ്റ പ്രസക്തിയേ ഉള്ളൂ. അത് പ്രതിസന്ധിയുടെ ഊഷര ഭൂമിയിൽ ചൂട് കാറ്റടിച്ച് ഞങ്ങൾ തളർന്നു കിടന്നപ്പോ ഞങ്ങളോടൊപ്പം ആര് നിന്നു? ഈ കൊടി പിടിക്കാൻ ആരുണ്ടായി? ആരാണ് നമുക്ക് തണലേകിയവർ? അവരോടൊപ്പമാണ് നമ്മുടെ നിലപാട്. എനിക്ക് NGO നേതാക്കന്മാരോട് പറയാനുള്ളത്, ആഭ്യന്തരമന്ത്രി കടന്നു വരുന്നുണ്ട്. ഏതൊക്കെയോ മന്ത്രിമാരുടെ സ്റ്റാഫുകളിൽ CPM-കാർ കയറിയിട്ടുണ്ടെന്ന ആരോപണങ്ങൾ ഉണ്ടായി. എനിക്കറിയില്ല എന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച്. പക്ഷെ ഞാൻ നിങ്ങളോട് ആവർത്തിക്കുന്നു, ഈ ഭരണകൂടം ജനങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു ഭരണകൂടമാണ്. 2021 തെരഞ്ഞെടുപ്പില് ഈ മനുഷ്യൻ മത്സരിച്ചിരുന്നു. പക്ഷേ അന്നത്തെ ആ തരംഗത്തിൽ ഈ മനുഷ്യൻ കടപുഴകി വീണു. വിജയിക്കാൻ സാധിച്ചില്ല, പരാജയപ്പെട്ടു പോയി. 2026 ആ മനുഷ്യന് മത്സരിക്കാൻ അവസരവും ഉണ്ടായില്ല. സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിൽ BRM ഷഫീർ ഉണ്ടാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചതുമാണ്. പക്ഷെ നടന്നില്ല. സ്വാഭാവികമാണ്, രാഷ്ട്രീയമാണ്, പല ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആകെയുള്ള സീറ്റുകൾ അത്രയും പരിമിതമാണ്. ചിലപ്പോൾ മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സീറ്റ് ലഭിച്ചിരുന്നു വരില്ല. പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ് BRM ഷഫീർ ഉണ്ടാകണമെന്നുള്ളത്. ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താ അറിയോ? നമ്മൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാനുണ്ടായ കാരണം എന്താ? ഈ മനുഷ്യൻ അടിമുടി പാർട്ടിയാ, അടിമുടി പ്രസ്ഥാനമാണ് ആ മനുഷ്യൻ. പാർട്ടി 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 എന്നതിനപ്പുറത്തേക്ക് ആ മനുഷ്യന് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പല വേദികളിൽ പാർട്ടിക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന BRM ഷഫീറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? എറണാകുളത്തെ കോൺഗ്രസിൻ്റെ ആഫീസിന് മുന്നിൽ ഇരുന്ന് മൊട്ടയടിച്ച് പാർട്ടിയെ അപമാനിച്ച് പാർട്ടിയെ കൊത്തിവലിക്കാൻ ജനമധ്യത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് പാർട്ടിയെ അപമാനിച്ച് പരിഹസിച്ച് അധിക്ഷേപിച്ച് ഇറങ്ങിപ്പോയ ഒരു സ്ത്രീയുണ്ട്, അല്ലേ? പാർട്ടി നൽകിയ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും കസേരകളും അധികാരങ്ങളും അനുഭവിച്ച് അവസാനം മത്സരിക്കാൻ സീറ്റ് ലഭിച്ചില്ല എന്ന കാരണം പറഞ്ഞ് പാർട്ടി വിട്ടുപോയ ഒരു സ്ത്രീ, പേരൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? ആ സ്ത്രീയെ മനോരമ ന്യൂസിന്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് BRM ഷഫീർ പറഞ്ഞ വാക്കുകളുണ്ട്. കേരളത്തിലെ ഓരോ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ അന്ന് BRM ഷഫീർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 2024 പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് P. സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പിനെ 24-ന്റെ ന്യൂസ് റൂമിൽ വെച്ചുകൊണ്ട് നിർത്തിപ്പൊരിച്ച BRM ഷഫീർ. ആ ഷഫീറിനെ പല വേദികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഈ മനുഷ്യൻ അടിമുടി പാർട്ടിയാണ്, അടിമുടി പ്രസ്ഥാനമാണ് ആ ചങ്ങാതി. ആ മനുഷ്യന് പാർട്ടിയേക്കാൾ അപ്പുറമൊന്നുമില്ല, അല്ലേ? പോലീസ് അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ
പ്രതിനിധിക്ക് വോട്ട് ചെയ്യണമെന്ന് ആരോടാ പറയുന്നത്? ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മച്ചമ്പിമാരാണ് അല്ലേ? ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിനോട് പറയുന്നു, അസോസിയേഷൻ തെരഞ്ഞെടുപ്പുണ്ട്, UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. ചെയ്തോ? ഇല്ല. 2026 ഏതാണ് കാലചക്രം കറങ്ങുക എന്ന് പറയുന്നത് കണ്ടില്ലേ? എങ്ങോട്ടാ? ഈ കാലം ഒന്നിനും മറുപടി പറയിപ്പിക്കാതെ ഒരു കാലത്തും മുന്നോട്ട് ഗമിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അന്ന് UDF വേണ്ടി വോട്ട് ചെയ്യാൻ മച്ചമ്പിയോട് പറയുന്നു, മച്ചമ്പിക്ക് അതിന് പറ്റില്ലത്രേ, ചെയ്തതുമില്ല. ഇന്നിപ്പോൾ സ്ഥലം മാറ്റത്തിന് എന്ന് പറഞ്ഞാൽ UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ട് BRM ഷഫീറിനെ സമീപിച്ചിരിക്കുകയാണ്. മനസ്സില്ലെന്ന് തുറന്നു പറഞ്ഞു മച്ചമ്പിയുടെ മുഖത്ത് നോക്കിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ പാർട്ടിയാ. ഈ പാർട്ടി വീണ് കിടന്നപ്പോൾ ഞാൻ പല ആളുകളുമുണ്ട്. ഈ പാർട്ടി വീണ് കിടന്നപ്പോൾ, ഈ പാർട്ടി എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാതെ നിന്നപ്പോൾ, ഈ പാർട്ടിക്ക് കൈപിടിച്ചുയർത്താൻ പലരുടെയും സഹായം ആവശ്യം വന്നപ്പോൾ, ഈ പാർട്ടിയെ മുന്നിൽ നിന്ന് പ്രതിരോധിക്കാനും ഈ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാനും പാർട്ടി പ്രവർത്തകരുടെ തലകുനിയാതിരിക്കാൻ വേണ്ടി 4 വാക്കുകൊണ്ടാണെങ്കിൽ ആ 4 വാക്കുകൊണ്ട് പാർട്ടിയെ പ്രതിരോധിച്ചവനാണ് BRM ഷഫീർ അല്ലേ? എനിക്ക് വലിയ ബഹുമാനമാണ് ആ ചങ്ങായിനോട്. കാര്യം പറയാം, നമുക്കിപ്പോൾ പാർട്ടിയിലെ പല നേതാക്കന്മാരുണ്ട്, പല ആളുകളുണ്ട്. പക്ഷേ ചിലരോടൊക്കെ നമുക്കൊരു പ്രത്യേക സ്നേഹവും താല്പര്യവും തോന്നും അല്ലേ? അത്തരത്തിൽ ഒരാളാണ് ഈ BRM ഷഫീർ. 2021 തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു വർക്കലയിൽ നിന്നാണ് BRM ഷഫീർ മത്സരിച്ചത്. അവിടെ നിന്ന് ഷഫീർ വിജയിച്ച് കയറണമെന്ന് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുമല്ലോ. ആരൊക്കെ ജയിച്ചാലും തോറ്റാലും ഇന്ന ആൾ വിജയിക്കണം, അല്ലെങ്കിൽ അയാൾ പരാജയപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, ഏത് പാർട്ടിയിലാണെങ്കിലും. അപ്പോൾ അത്തരത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് BRM ഷഫീർ. പക്ഷെ വിജയിച്ചില്ല. അതങ്ങനെയാണ്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു പ്രക്രിയ കൂടിയാണല്ലോ. അപ്പം അതിലൊന്നും സങ്കടമൊന്നുമില്ല. പക്ഷേ ആ മനുഷ്യൻ അടിമുടി പാർട്ടിയാ. ഇന്ന് ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിനോട് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് വന്ന, അതിന് സഹായിക്കണമെന്ന് ആവശ്യവുമായി തൻ്റെ മുന്നിൽ വന്ന ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിനോട് ഈ മനുഷ്യന് അതിന് പറ്റില്ല, മനസ്സില്ല എന്ന് തുറന്ന് പറയണമെങ്കിൽ കൃത്യമല്ലേ കാര്യങ്ങൾ? ആ മനുഷ്യൻ പാർട്ടിയാ. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും ആ അഭ്യർത്ഥന കൈക്കൊള്ളാൻ, ചെവിക്കൊള്ളാൻ താല്പര്യമില്ലാതിരുന്ന വ്യക്തി അവസാനം സ്ഥലം മാറ്റത്തിന് BRM ഷഫീറിൻ്റെ കാൽ കീഴിൽ തന്നെ എത്തേണ്ടി വന്നു. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, കാലം ഒന്നിനും മറുപടി പറയിക്കാതെ ഇങ്ങനെ അതങ്ങ് പോകില്ല എന്ന് പറയാൻ കാരണം. ഷഫീറിൻ്റെ നിലപാടുകൾ ഞാൻ അതിനൊപ്പട്ടോ, ആ മനുഷ്യൻ്റെ നിലപാടുകൾക്കൊപ്പാ. കാരണം അതാണ് നിലപാട്. തരാതരം മാറ്റിക്കളിക്കുന്നതല്ല നിലപാട് എന്ന് പറഞ്ഞാൽ അത് നിലപാട് തന്നെയാ. ആ മനുഷ്യൻ കാണിച്ചത് തന്നെയാ. ഈ പ്രസ്ഥാനത്തിനൊരു വോട്ട് നൽകണമെന്ന് പറഞ്ഞിട്ട് ആ വോട്ട് ചെയ്യാൻ കഴിയാത്തവൻ, അതിന് മനസ്സില്ലാത്തവൻ വന്നിട്ട് സ്ഥലം മാറ്റത്തിന് ശുപാർശ ചെയ്യണമെന്ന് പറയുമ്പോൾ അവനോട് തിരിച്ചും പറയണം മനസ്സില്ല എന്ന്. ഇത് കോൺഗ്രസിൻ്റെയും UDF നേതാക്കന്മാർ ഇങ്ങനെ തന്നെയാവണം, ഇങ്ങനെയേ ആവാൻ പാടുള്ളൂ. കാരണം ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകി പോരാടുന്ന ഒരു പറ്റം ആളുകൾ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. എന്തെങ്കിലും ബന്ധത്തിൻ്റെ പേരിൽ കോംപ്രമൈസ് ചെയ്യാൻ പോകരുത്. ബന്ധങ്ങളെക്കാളൊക്കെ വലുത് പാർട്ടിയാണ്. കാരണം പാർട്ടിയുടെ സ്ഥാനത്ത് പാർട്ടി വേണം. ഇപ്പോൾ സ്ഥലം മാറ്റത്തിന് ശുപാർശക്ക് വന്നത് മച്ചമ്പിയാണ് എന്നുള്ള ബോധ്യത്തിലല്ലല്ലോ, മറിച്ച് പാർട്ടിയാണ് അധികാരത്തിൽ, UDF ആണ് ഭരിക്കുന്നത്. അവിടെ BRM ഷഫീറിന് ഒരു വോയിസ് ഉണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആനുകൂല്യം പാർട്ടി ലേബലിലൂടെ ഒരു ആനുകൂല്യം ഉണ്ടാക്കിയെടുക്കാനാണ് വന്നത്. പാർട്ടിയെ അവഗണിച്ചവർക്ക് പാർട്ടി ലേബലിൽ ഒരു ആനുകൂല്യങ്ങൾക്കും ഒരു കൺസിഡറേഷനും ഒരു കോംപ്രമൈസിനും തയ്യാറാവരുത് എന്നുള്ളതാ. മന്ത്രി കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിലും ശരി, MLA കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിലും ശരി, ആരൊക്കെയാണെങ്കിലും ശരി, എന്തിൻ്റെ പേരിലും ഒരു കാര്യത്തിലും ഒരുത്തനുമായിട്ട് കോംപ്രമൈസ് ചെയ്യരുത്. വളരെ കൃത്യമായിരിക്കണം. കാരണം ഈ പാർട്ടിയാണെല്ലാം,
ഈ പാർട്ടിയാണ് മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ ഈ പാർട്ടിയാണ് ഊർജം എന്ന് പറയുന്നത്, ഈ പാർട്ടിയാണ് അന്നം എന്ന് പറയുന്നത്. ആ പാർട്ടിയെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തിക്കും നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്കിങ്ങനെ രോമാഞ്ചം വരികയാണ്. BRM ഷഫീറിൻ്റെ വാക്കുകൾ. ആ മനുഷ്യന് അങ്ങനെയാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാവില്ലേ, ആ കൂട്ടത്തിൽ ഒരാളായി BRM ഷഫീർ. മനസ്സിലായില്ലേ? തലമുണ്ടനം ചെയ്ത് തലമൊട്ടയടിച്ച് പാർട്ടിയെ അപമാനിച്ച് പാർട്ടിയെ കൊത്തിവലിക്കാൻ വേട്ടക്കാർക്ക് ഇട്ടുകൊടുത്ത ആ സ്ത്രീയോട് പറഞ്ഞ വാക്കുകൾ ഇന്നും ഞാനത് എവിടെയൊക്കെ കണ്ടാലും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ക്ലിപ്പാണത്. പല ആവർത്തി ഞാൻ തിരിച്ചും മറിച്ചും അത് കേൾക്കാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ 24-ൽ P. സരിൻ എന്ന പൊളിറ്റിക്കൽ പിമ്പിനോട് പറഞ്ഞ വാക്കുകൾ അതും പല ആവർത്തി തിരിച്ചും മറിച്ചും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിലൊക്കെ ഈ പാർട്ടി പ്രവർത്തകന്റെ ശ്വാസവും അവൻ്റെ വികാരങ്ങളും ഉൾക്കൊള്ളാൻ BRM ഷഫീർ എന്ന് പറയുന്ന നേതാവിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഏതൊരു പാർട്ടി പ്രവർത്തകനും പറയാൻ ആഗ്രഹിക്കുന്നത് അവനിക്ക് സ്പേസ് ഇല്ലാതെ പോകുന്നിടത്ത് അവിടങ്ങളിൽ തനിക്ക് കിട്ടുന്ന സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന വ്യക്തിയാണ്, നേതാവാണ് BRM ഷഫീർ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവികളൊക്കെ സ്വാഭാവികമായിട്ടും പല കാരണങ്ങളുണ്ടാവും. തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം എന്ന് പറയുന്നത് ഒരു പാർട്ടി സ്ഥാനാർത്ഥിയുടെ മാത്രം ഒരു മാനദണ്ഡത്തിലല്ല. പലപ്പോഴും അതിനൊരുപാട് ചേരുവകൾ കൂടിച്ചേർന്നതാണ് ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2021 പിണറായി വിജയൻ തരംഗത്തിൽ BRM ഷഫീറിന് വിജയിച്ച് കയറാൻ സാധിച്ചില്ല. അതല്ലാതെ ഷഫീർ വളരെ മോശപ്പെട്ടൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടൊന്നായിരുന്നില്ല, അന്ന് അതിന് സാധിച്ചില്ല ആ മനുഷ്യന്. പക്ഷെ ഞാനിപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ BRM ഷഫീർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു മനുഷ്യനോട് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ്. ആ മനുഷ്യൻ്റെ അതിന് കാരണം വേറൊന്നല്ല, എനിക്ക് ആ മനുഷ്യനെ നേരിട്ട് പരിചയമില്ല. ഞാൻ ഇന്ന് വരെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ആ മനുഷ്യനിൽ നിന്ന് ഒരു സഹായവും എനിക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് വരെ ആ മനുഷ്യനോട് ഒരു അഭ്യർത്ഥന പോലും ഞാൻ നടത്തിയിട്ടില്ല. ഒന്നുമില്ല, ഒരു ബന്ധവുമില്ല. ആകെയുള്ള ബന്ധമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലും TV ചാനലുകളിലും അന്തിച്ചർച്ചകളിലുമൊക്കെ കണ്ടിരുന്നിട്ടുള്ള ആ ഒരു ബന്ധം മാത്രമാണ് BRM ഷഫീറുമായിട്ടുള്ളത്. പക്ഷേ ആ മനുഷ്യനോടൊരു താല്പര്യം സ്വാഭാവികമായിട്ടും അതെന്തുകൊണ്ടാ? അയാളുടെ നിലപാടുകൾ കൊണ്ടാ, അയാളുടെ നാക്കിൻ്റെ മൂർച്ച കൊണ്ടാ, ഈ പാർട്ടിയെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന പോരാളിയായതുകൊണ്ടാ. പാർട്ടി വീണ് കിടന്ന് 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ കോലെന്തായിരുന്നു? എങ്ങനെയായിരുന്നു പാർട്ടി? തകർന്ന് തരിപ്പണമായി നശിച്ച് നാറാണക്കല്ലെടുത്ത്, ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാ, വീണെടുത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ടിരുന്ന പാർട്ടി. എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ല. പരസഹായത്തിന് ആളുകൾ വേണ്ടിയിരുന്ന പാർട്ടി. ആ പാർട്ടിയെ മുന്നിൽ നിന്ന് പ്രതിരോധിക്കാൻ മുന്നണി പോരാളിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയായി BRM ഷഫീർ. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം ആളുകൾ നേതൃനിരയിൽ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ടും ഇതൊരു രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്. പല കാര്യങ്ങളുണ്ട്, പല മാനദണ്ഡങ്ങളുണ്ട്, പല കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പോൾ എല്ലാം പരിഗണിച്ച് വരുമ്പോൾ എല്ലായ്പ്പോഴും പരിഗണിക്കപ്പെടണമെന്നില്ല. അത്രയേ ഉള്ളൂ. ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെ വരുമ്പോൾ വളരെ വളരെ ആകാംക്ഷയോട് നോക്കിയ കാര്യമാണ് BRM ഷഫീർ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഉണ്ടായില്ല. സ്വാഭാവികം, സാരല്ല, കുഴപ്പമില്ല. പക്ഷേ ഒന്നുണ്ട്, ആ മനുഷ്യന് എന്തിനേക്കാളുമൊക്കെ വലുത് അയാളുടെ പാർട്ടിയാണ്, അയാളുടെ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അയാൾ ഒരു കോംപ്രമൈസും ഒരുത്തനുമായും ചെയ്യാൻ അയാൾ തയ്യാറല്ല എന്നുള്ളതാണ്.